നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ ശേഖര, എന്താ കുടിക്കാൻ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. എനിക്കൊരു ഇരിക്കപ്പുറതിയും കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ വീട്ടിൽ നടന്നതൊക്കെ ആലോചിച്ചോണ്ട് നടക്കണല്ലേ അമ്മ? എന്റെ മനസ്സിന്ന് പോണില്ലാത്. എത്ര നന്നായിട്ടാ ആ പെണ്ണ് ആദ്യമൊക്കെ പെരുമാറിയതും സംസാരിച്ചതും. പിന്നെ എല്ലാം തീരുമാനമാകുന്നതിന് തൊട്ടു മുമ്പ് ഏതോ ബാധ കയറിയതുപോലെ. ഞാനും ആകെ ഞെട്ടിപ്പോയമ്മേ. അവളുടെ ആ ധിക്കാര വാക്കുകളൊക്കെ എന്റെ ഹരി എങ്ങനെയാ സഹിച്ചിട്ടുണ്ടാവുക? മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും അവന്. വന്നതു മുതൽ പാവം മുറിയിൽ അടച്ചിരിക്കുക. അങ്ങോട്ട് പോകുമ്പോ എത്ര ഉത്സാഹത്തിലായിരുന്നു വല്യേട്ടൻ. നമ്മളോടൊക്കെ എത്ര വഴക്കിട്ടാലും സാരമില്ലായിരുന്നു. എനിക്ക് ഈ സങ്കടം കാണാൻ വയ്യ. നിങ്ങൾ അകത്ത് പോയി ആ മീരയായിട്ട് സംസാരിച്ചല്ലേ? അതേന്നേ, അപ്പോഴൊക്കെ ആ ചേച്ചി എത്ര സന്തോഷായിട്ട് ഞങ്ങളോട് വർത്താനം പറഞ്ഞേ. അതിനുശേഷം അവളെ ഏത് പിശാചാണോ പിടികൂടിയത്? നോക്ക്, അറിയാതെ നിങ്ങളുടെ നാവിന്ന് അവനെ പറ്റി എന്തെങ്കിലും വീണുപോയോ? എന്താ അച്ഛമ്മേ പറയുന്നത്? ഞങ്ങളുടെ വല്യേട്ടനെ പറ്റി എന്തെങ്കിലും ഒരു പരാതി ഞങ്ങളുടെ നാവിന്ന് വീഴുവോ? വല്യേട്ടന് ഞങ്ങൾക്ക് ജീവനാ. അത് ശരിയാമ്മേ. ഇവരൊന്നും ഒരിക്കലും മറ്റൊരു വീട്ടിൽ ചെന്ന് അവനെ കുറ്റം പറയില്ല. ഇല്ലാന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് അറിയാതെ എന്ന് ഞാൻ പറഞ്ഞത്. അത് വിട്ടേക്കും മോളെ. നാക്കുപിഴ പറ്റിയത് ഈ അച്ചമ്മയ്ക്ക്. ഹരി മുറിന്ന് പുറത്തിറങ്ങിയെന്നാ തോന്നുന്നത്. പുറത്ത് പോവുകയാണെങ്കിൽ അവനോട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറ. ഞാനോ? ഞാൻ തനിച്ചോ? നിങ്ങളും വാ, നമുക്ക് എല്ലാവർക്കും കൂടി പറയാം. മോനെ ഹരി, നീ പുറത്തെങ്ങാനും പോവാണോ? ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്കൊക്കെ എന്താ? അല്ല, ഊണിപ്പൊ തയ്യാർ.